റിപ്പോർട്ട് ബ്രേക്കിംഗ്. ഡോക്ടർമാരുടെ ശമ്പള കുടിശ്ശിക നൽകുന്നതിൽ ഉചിതമായ തീരുമാനമെടുത്തില്ലെങ്കിൽ തുടർ സമരം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി KGM-CTA. കുടിശ്ശിക നൽകുന്നതുവരെ ചട്ടപ്പടി സമരവും നിസ്സഹകരണവും റിലേ സത്യഗ്രഹവും തുടരാനാണ് തീരുമാനം. സെക്രട്ടറി തല ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയതോടെ OP ബഹിഷ്കരണവും അധ്യാപന ബഹിഷ്കരണവും താൽക്കാലികമായി പിൻവലിച്ചിരുന്നു. ഇത് ഇന്നലെയോ ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല, വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് ഇത്രയധികം താമസം വന്നതെന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഒരു നീതിയുക്തമായ ഒരു കാര്യമല്ല. അതിനുവേണ്ടി ഞങ്ങൾ സമരത്തിൽ ഇറങ്ങേണ്ടി വന്നു. അത് 1-2 ദിവസമല്ല, ഇപ്പോൾ 7 മാസം കഴിയുന്നു സമരത്തിന് ഇറങ്ങിയിട്ട്. അപ്പോഴും എൻട്രി കേഡറിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ഡിസിഷനായിട്ടുള്ള. ബാക്കി കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിസിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങളൊന്നും കൂടെ അതൊന്ന് അവലോകനം ചെയ്തിട്ട് ഫർദർ കാര്യങ്ങൾ തീരുമാനിക്കും. പക്ഷെ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് തള്ളിവിടില്ല എന്ന് വിശ്വസിക്കാം. എന്നാൽ സാങ്കേതികമായി സർക്കാരിന് മാത്രം തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. ഇതിലൊന്ന് എൻട്രി കേഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു, അതിപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് UGC സ്കെയിലുള്ള വേതനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സുപ്രീം കോടതിയിൽ കേസുണ്ട്. കോടതികളുടെ മുൻപിൽ നിലനിൽക്കുന്ന കേസുകളുടെ വിധിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ അതിൽ തീരുമാനം ഉണ്ടാവുക. അത് തീർച്ചയായിട്ടും ജീവനക്കാരുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതെന്താണ് എന്നുള്ളത് നോക്കാം. കാരണം ഇത് സർക്കാരിന് തീരുമാനമെടുത്ത് പോകാൻ കഴിയുന്ന നിലയിലല്ല എന്നുള്ളതാണ് ധനവ് അറിയിച്ചിട്ടുള്ളത്. അതിൽ KGM-CTക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റു സംഘടനകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും കേൾക്കും. നിയമവകുപ്പിന്റെ നിയമോപദേശം കൂടി നിയമവിദഗ്ധരുടെ ലഭിക്കട്ടെ. സ്വാതന്ത്ര്യ സാജു വിവരങ്ങളുമായ സ്വാതന്ത്ര്യ, ഇപ്പോൾ സർക്കാർ ഡോക്ടർമാർ നിരന്തരമായി മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യമാണ്. പല ഘട്ടങ്ങളിലും അവർ സമരത്തിന് പോയിട്ടുമുള്ളതാണ്. ഇപ്പോൾ സർക്കാരിന് മാത്രം ആലോചിക്കാൻ കഴിയുന്ന തീരുമാനമല്ല എന്ന് ആരോഗ്യമന്ത്രി പറയുന്നത് എന്താണ് മന്ത്രി വിശദീകരിക്കുന്നത്? സ്വാതന്ത്ര്യ. സ്മൃതി, ഈ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരായ ഡോക്ടർമാർ അവര് കഴിഞ്ഞ കുറെ നാളുകളെ, കൃത്യമായി പറയുകയാണെങ്കിൽ ഏതാണ്ട് 7 മാസത്തിന് മുകളിലായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള സമരങ്ങൾ, അത് റിലേ സമരവുമായിട്ടും അതുപോലെ തന്നെ OP ബഹിഷ്കരണം, അത് സൂചനാ സമരവുമായും ഒക്കെ നടത്തി വരികയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടത്തിയിട്ടും ഒരു തീരുമാനമാകാതെ വന്നതോടെയാണ് അനിശ്ചിതകാലത്തേക്ക് OP ബഹിഷ്കരിക്കാം എന്ന തീരുമാനത്തിലേക്ക് ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTA എത്തിയത്. പക്ഷേ അതിന് പിന്നാലെ തന്നെ സെക്രട്ടറി തലത്തിൽ ഒരു ചർച്ച നടക്കുകയും ഇവരുടെ പ്രശ്നങ്ങൾ, ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ തന്നെയും പരിഗണിച്ചുകൊണ്ട് പ്രശ്നം ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കാമെന്ന ഉറപ്പ് നൽകുകയുമാണ് ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ആവശ്യം ഈ എൻട്രി കേഡറുകളിലെ ശമ്പളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമായിരുന്നു. ശമ്പളം ഉയർത്തണം എന്നുള്ള കാര്യം തന്നെയാണ് ഇവർ പ്രധാനമായി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. എന്നാൽ ഇവർ 2016 മുതലുള്ള ഇവരുടെ ശമ്പള കുടിശ്ശിക, അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യവും സർക്കാർ നിലവിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 2016 മുതൽ ഇങ്ങോട്ടേക്കുള്ള ജോലികൾ തങ്ങൾ ചെയ്തതാണ്. പക്ഷേ ശമ്പളം തരാതിരിക്കുന്നത് അത് വലിയ നീതികേടാണ് തങ്ങളോട് കാണിക്കുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലത്തടക്കം ചെയ്ത ജോലികളുടെ ശമ്പളം ഇനിയും കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകണം. ഇല്ലാത്ത പക്ഷം വീണ്ടും തങ്ങൾ ശക്തമായ സമരത്തിലേക്ക് പോകുമെന്നുള്ള കാര്യമാണ് KGM-CTA വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ അനിശ്ചിതകാല OP ബഹിഷ്കരണം ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അത് രോഗികളെ അടക്കം ബാധിക്കും. കാരണം കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വരുന്നത്. അപ്പോൾ ഈ അനിശ്ചിതകാല സമരത്തിലേക്ക്, പ്രത്യേകിച്ച് OP ബഹിഷ്കരണത്തിലേക്കൊക്കെ ഡോക്ടർമാർ പോകുകയാണെങ്കിൽ രോഗികളെ അത് വലിയ രീതിയിൽ ബാധിക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സെക്രട്ടറി തലത്തിൽ ഒരു ചർച്ചയൊക്കെ തന്നെയും നടത്തിയത്. പക്ഷേ അതിൽ ഇവരുടെ ശമ്പളം പരിഷ്കരിച്ച ശമ്പളം അത് നൽകുന്ന കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായിട്ടില്ല. കുടിശ്ശിക ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. ഇന്നിപ്പോൾ മന്ത്രി വീണ ജോർജിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് ഇത് UGC-യുടെ ശമ്പള പരിഷ്കരണവും ഒക്കെയായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ അത് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കേസുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ സർക്കാരിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. സാങ്കേതികമായി നിരവധി ബുദ്ധിമുട്ടുകൾ ഇക്കാര്യത്തിൽ സർക്കാരിന് മാത്രമായി തീരുമാനമെടുക്കുന്നതിൽ സർക്കാർ നേരിടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമോപദേശം തേടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ KGM-CTA-യുമായി ചർച്ച ചെയ്യണമെങ്കിൽ അതിനും തങ്ങൾ തയ്യാറാണ്. സ്വാതന്ത്ര്യ സാജുവാണ് വിവരങ്ങൾ നൽകിയത്.